നമസ്കാരം. കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജന്മനാ കേൾവിയില്ലാത്ത കുട്ടികൾക്കും അല്ലെങ്കിൽ പിൽക്കാലത്ത് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവട്ടെ, മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ, ആക്സിഡൻസ്, ഇതിനുശേഷം കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി. നമുക്ക് ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കേൾവി മാത്രമേ നമുക്ക് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി വെച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സെൻസ് ഉള്ളൂ. അപ്പോൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ മാത്യു ഡൊമിനിക്. ഈസ് പ്രോബ്ലി വൺ ഓഫ് ദ ഏർലിയസ്റ്റ് കോക്ലിയർ ഇംപ്ലാന്റ് സർജൻസ് ഇൻ കേരള ആൻഡ് ദ ഫസ്റ്റ് വൺ ഇൻ സെൻട്രൽ കേരള ടു പെർഫോം എ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി. നമുക്ക് ഈ സർജറിയുടെ വിശദാംശങ്ങളെക്കുറിച്ച് ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. കഴിഞ്ഞ 40 വർഷത്തിലേറെ ആയിട്ടുള്ള സാറിൻ്റെ ആ ഒരു ENT കരിയറിൽ സാറിന് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞു തോന്നിയ എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? 40 വർഷം 42 വർഷത്തോളമായി ഞാൻ ENTയിലുള്ളത്. എൻ്റെ ENT തുടക്കം വെല്ലൂരായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ലോകത്ത് പല സ്ഥലങ്ങളിലും പോയി ട്രെയിൻ ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ENTയിലുള്ള മിക്കവാറും എല്ലാ ഓപ്പറേഷനുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. തൊണ്ടയൊരു ടോൺസിലെക്ടമി തൊട്ട് തൊണ്ടയുടെ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. മൂക്കിൽ ചെറിയൊരു സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ തൊട്ട് പിറ്റ്യൂട്ടറി സർജറി വരെയുള്ള സ്കൾ ബേസ് സർജറി വരെ ചെയ്തിട്ടുണ്ട്. ചെവിയിൽ ചെറിയ ഗ്രോമറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ ഓപ്പറേഷൻ തൊട്ട് ട്രാൻസ് ലാബ്രിന്തൈൻ സർജറി. ENTക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ സർജറിയാണ് ട്രാൻസ് ലാബ്രിന്തൈൻ. അതുവരെയുള്ള എല്ലാ സർജറികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ പണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു കേൾവിയില്ലാത്ത കുട്ടികൾക്ക്. ഞാൻ ഓർക്കുന്നുണ്ട്, വളരെ പഴയ പണ്ട് കാലത്തെ സ്റ്റോറിയാണ്. 1983-84 കാലഘട്ടത്തിൽ ആ സമയത്ത് കേരളത്തിൽ നിന്നൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ ആ സ്ത്രീയുടെ കുട്ടിയെ കൊണ്ട് വന്നു. കേരളത്തിലുള്ള മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജിലും ആ കുട്ടിയെ കൊണ്ട് പോയിരുന്നതാണ്. കേൾവിയില്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവസാനത്തെ ഒരു ഇതായിട്ട് വെല്ലൂർ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ വന്ന് തീർച്ചയായിട്ടും കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കുട്ടി ജന്മനാൽ കേൾവിയില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. ഞങ്ങൾ നിസ്സമായിട്ട് നോക്കി നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെന്ന് പറഞ്ഞ് ആ അമ്മയുടെ കരച്ചിലും കണ്ട് ആ അമ്മയെ പറഞ്ഞു വിടേണ്ടി വന്നു. അപ്പോൾ ആ കുട്ടിയെ ഒന്നും ചെയ്യാതെ തിരിച്ചു വിട്ടു. ആ കുട്ടി തീർച്ചയായിട്ടും ഒരു ബധിരനും മൂകനുമായിട്ട് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. കേൾവിയില്ലെങ്കിൽ സംസാരം ഉണ്ടാകില്ല. ആ കുട്ടികൾ, കേൾവിയില്ലാത്ത കുട്ടികൾ വളരുന്നതും കേൾക്കാത്തതും സംസാരിക്കുന്ന ആളുകളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഇതിന് ചെറുതായിട്ടുള്ള ഹിയറിംഗ് എയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം കേൾവിയില്ലാത്ത കുട്ടികൾക്കും കേൾവിയില്ലാത്ത മനുഷ്യർക്കും സൊസൈറ്റിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് വളരെ അവജ്ഞയുണ്ട്. അവരെ ആരും തിരിഞ്ഞു നോക്കാറില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു കേൾവിയില്ലാത്ത ഒരു മനുഷ്യനോടും കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ ഉള്ള ആ നമ്മുടെ അപ്രോച്ച് രണ്ടും വ്യത്യാസമായിട്ട്. മലയാള സിനിമകളിൽ ഒരു കോമിക് കഥാപാത്രമല്ലേ കേൾവിയില്ലാത്ത ആൾക്കാര്? അതാണ് എല്ലായിടത്തും അങ്ങനെയാണ് ഇതുണ്ട്. അപ്പം അതിൽ നിന്ന് പിന്നെ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ ഒരു സർജറി വന്നു. അപ്പോൾ അതിൽ എനിക്ക് താല്പര്യം ഉണ്ടായി. 2005 ഡിസംബർ 24 ആദ്യമായിട്ടൊരു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തു. ഈ സെൻട്രൽ ട്രാവൻകൂറിൽ സാറാണ് ഫസ്റ്റ് ഒരു കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തത്. കേരളത്തിലെ രണ്ടാമത്തെ ആളാണ്. ഇംപ്ലാന്റ് ഞാൻ ചെയ്യുന്നത് രണ്ടാമത്തെ ആളായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ആ കുട്ടികൾ ഇത്രയും വർഷങ്ങൾ, ഏകദേശം 20 വർഷം മുമ്പ് ചെയ്ത കുട്ടികൾ, കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടികൾ നമ്മളോട് എപ്പോഴും നിൽക്കും. എപ്പോഴും അവർക്ക് ആ കുട്ടികൾ വളർന്നു വരുന്ന കാണാനുള്ള അവസരം നമുക്കുണ്ടാകാറുണ്ട്. കേൾക്കാത്ത, സംസാരിക്കാത്ത കുട്ടികൾ കേട്ട് സംസാരിച്ച് സാധാരണ സ്കൂളിൽ പോകുന്നതാണ്. അപ്പം എന്നോട് ചോദിച്ചതിനകത്ത് എൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സർജറി എന്ന് പറഞ്ഞാൽ കോക്ലിയർ ഇംപ്ലാന്റ് ആണ്. കോക്ലിയർ ഇംപ്ലാന്റ് എന്ന ഒരു കുട്ടി എല്ലാ ബർത്ത്ഡേക്കും, പുള്ളിക്കാരത്തിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു മെസ്സേജ് അയക്കും. എൻ്റെ ജീവിതത്തിൽ നിർണായകമായ ആളുകൾ, അപ്പൻ, അമ്മ, മൂന്നാമത് എന്നെയാണ് പുള്ളിക്കാരത്തിൽ വെക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അതിനകത്ത് എക്സലൻസ് അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി.
അതിൻ്റെ ഫോട്ടോ എല്ലാം എനിക്ക് അയച്ചു തന്നിരുന്നു. വേറെ ഒരു കുട്ടി ഇതുപോലെ തന്നെ ചെറുപ്പത്തിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ വർഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിസിന് കിട്ടി. പുള്ളിക്ക് എന്നെപ്പോലെ ഒരു ഡോക്ടറാണെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആ കുട്ടി ഇപ്പോൾ ഒരു ജനറേഷനെ ഇൻസ്പയർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹൃദയം തട്ടിയിട്ടുള്ള ഓപ്പറേഷൻ. ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് എങ്ങനെയുള്ള ആളുകൾക്കാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള കുട്ടികൾക്കാണോ, മുതിർന്നവർക്ക് ഇത് ചെയ്യാമോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കോക്ലിയർ ഇംപ്ലാന്റ് രണ്ട് വിധത്തിൽ ആ പേഷ്യൻസിനെ നമുക്ക് തരംതിരിക്കാം. ഒന്ന്, സാധാരണ പോലെ കേൾവി ഉണ്ടായി, ആ കേൾവി കൊണ്ട് സംസാരിക്കും, നമ്മളെയൊക്കെ പോലെ സംസാരിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു ഇതിൽ എന്തെങ്കിലും അസുഖം വന്ന് കേൾവി പോവുകയാണെങ്കിൽ അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇംപ്ലാന്റ് ചെയ്യാം. അപ്പം ലോകത്തിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളൊരു പ്രായമായിട്ടൊരു കേൾവിക്കുറവ് വന്നു കഴിഞ്ഞാൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ലോകത്തിലെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 104 വയസ്സുള്ള ഒരു സ്ത്രീയുടെയാണ്. അമേരിക്കയിലെ 104 വയസ്സുള്ള സ്ത്രീ കേൾക്കാൻ പറ്റാതെ ആ 104ാമത്തെ വയസ്സിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് റെക്കോർഡ്. വേറെ ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ജന്മനാൽ കേൾവിയില്ലാത്ത കുട്ടികൾ. അപ്പോൾ അവർ കേട്ടിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. ആ തരത്തിലുള്ള കേൾവിക്കുറവിനെ നമ്മൾ ലിംഗ്വൽ സംസാരം തുടങ്ങുന്നതിന് മുമ്പുള്ള കേൾവിക്കുറവിനാണ് ലിംഗ്വൽ എന്ന് പറയുന്നത്. ജനിച്ചപ്പോഴോ അല്ലെങ്കിൽ 2 വയസ്സിന് മുമ്പോ ഉള്ള കേൾവിക്കുറവിനാണ് ലിംഗ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ ഇംപ്ലാന്റ് ചെയ്യണം. ഏകദേശം 7 വയസ്സിന് മുമ്പ് ഇംപ്ലാന്റ് ചെയ്തിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഇംപ്ലാന്റ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരിതാണ്. ആ ഒരു ഇംപ്ലാന്റ് ചെയ്തു വരുമ്പോൾ ഏകദേശം ഏറ്റവും കുറവ് ഒരു 7 ലക്ഷം രൂപയോളം വരും. അത് സാധാരണ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ കേരള ഗവൺമെൻറ് ശ്രുതിരം എന്ന പ്രോഗ്രാം വഴി ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലും ഇത് ചെയ്യുന്നുണ്ട്. ഞാനായിട്ട് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഒരു ഫൈനാൻഷ്യൽ ഒരു കൺസ്ട്രെയിൻറ്റ് വരുന്നില്ല കേരളത്തിൽ. പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇത് കണ്ടുപിടിക്കും. കേരളത്തിൽ ഇതിനുവേണ്ടിയുള്ള സ്ക്രീനിങ് ഉണ്ട്. ജനിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ കേൾവി പരിശോധിക്കാറുണ്ട്. പരിശോധിച്ച് കഴിയുമ്പോൾ അത് കണ്ടുപിടിക്കും. ഇപ്പം സാധാരണ നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് 18 മാസത്തിന് മുമ്പാണ്. അപ്പോൾ ആ കുട്ടികൾ സാധാരണ കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കേൾവിയുണ്ട്. നേരത്തെ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞാൽ ഭാഷ പഠിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടികൾക്ക് കേൾവിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഒരു കുട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റും. തലച്ചോറിൽ ഏകദേശം 2 വയസ്സ് വരെ ആ കേൾവിയുടെയും നമ്മൾ പറയുന്ന കേൾവി ഒന്നും ചെവി മാത്രമല്ല കേൾക്കുന്നത്, ആ ചെവി തലച്ചോറിൽ പോയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമല്ല കേൾക്കുന്നത്, എന്താണെന്നും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ചെവി മാത്രമല്ല, തലച്ചോറും ഇൻവോൾവ് ആണ്. ആ കണക്ഷൻസ് അത് ഏകദേശം 2 വയസ്സിലാണ് വളരെ കൂടുന്നത്. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ അത് ചുരുങ്ങാൻ തുടങ്ങും. ഭാഷയുടെ ആവശ്യം അനുസരിച്ച് ചുരുങ്ങാൻ തുടങ്ങും. അപ്പോൾ അത് നല്ലതായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് ശോഷിച്ചു പോകും. ഉപയോഗിക്കാത്ത സാധനം തുരുമ്പെടുക്കും. അപ്പോൾ ഒരു 7 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കണക്ഷൻസ് ഒക്കെ പോയി കാണും. അപ്പോൾ 7 വയസ്സ് കഴിഞ്ഞിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾ കേൾക്കും. പക്ഷെ ആ മറ്റേ കുട്ടികൾ ചെയ്യുന്ന പോലെ നല്ലതായിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കാനോ സ്ഫുടതയോടെ സംസാരിക്കാനോ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് ലിംഗ്വൽ, സംസാരം തുടങ്ങുന്നതിന് മുമ്പുള്ള കേൾക്കുറവ്. ആ വരുന്ന കുട്ടികൾക്ക് 7 വയസ്സിന് മുമ്പ് ചെയ്തിരിക്കണം. സംസാരം വന്നു കഴിഞ്ഞിട്ട് പോകുന്ന കേൾക്കുറവിന് ഒരു പ്രായത്തിന് പരിധിയില്ല, എപ്പം വേണമെങ്കിലും ചെയ്യാം. അപ്പം ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഏത് പ്രായത്തിലാണ് ഇപ്പം ജന്മനാ കേൾവിക്കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചെയ്യാൻ ഏറ്റവും നല്ല സമയം? ഏറ്റവും നല്ല സമയം 2 വയസ്സിന് താഴെ. അപ്പോൾ ഏകദേശം ഒരു 18 മാസമാണ്. പണ്ട് പല രാജ്യങ്ങളിലും ഉണ്ടായി കഴിഞ്ഞിട്ട് 1 വയസ്സിന് മുമ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ പലർക്കും ആ ഒരു ഫാമിലിക്ക്, ആ കുടുംബത്തിന് അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് കേൾവിയില്ല എന്നുള്ളത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വളരെ ചെറിയ കുട്ടിയാണ്, ഓപ്പറേഷൻ ചെയ്യണതൊക്കെ ഉണ്ട്. അപ്പോൾ 2 വയസ്സിന് മുമ്പ്, അപ്പോൾ ഏറ്റവും നല്ല പ്രായം ഒരു 18
ഉണ്ടാകുമ്പോൾ തന്നെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 18 മാസമാണ് എൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും, എൻ്റെ കണക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ കണക്കെന്ന് പറയുകയാണെങ്കിൽ ലോകമെമ്പാടും ഉള്ള റിസർച്ച് തൊട്ടുള്ളത് 18 മാസമാണ് ഏറ്റവും നല്ല പ്രായം ചെയ്യാനായിട്ട്. ഈ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിൽ ഒരു സർജൻ അല്ലാതെ, ഒരു ENT ഡോക്ടർ അല്ലാതെ വേറെ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്? ഞാനെപ്പോഴും പറയും മാതാപിതാക്കൾ, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻവോൾവ് ആകേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓഡിയോളജിസ്റ്റ് വേണം, കേൾവി എങ്ങനെയാണെന്ന്, കേൾവി കുറവുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഓഡിയോളജിസ്റ്റ് വേണം, പീഡിയാട്രീഷ്യൻ വേണം, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണം. കുട്ടിയുടെ ഇതും വളരെ ചെറിയ കുട്ടിയാണെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടും മാതാപിതാക്കളെ പ്രിപ്പയർ ചെയ്യാനായിട്ടും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണം. ഓപ്പറേഷൻ്റെ സമയത്ത് അനസ്തെറ്റിസ്റ്റ് ഉണ്ട്, ENT സർജനുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജന്മന കേൾവിയില്ലാത്ത കുട്ടികൾക്ക് ഏകദേശം 2 വർഷത്തോളം ട്രെയിനിങ് ഉണ്ട്. അത് ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയും. അത് ഓഡിയോളജിസ്റ്റ് ഇതിനു വേണ്ടിയുള്ള, സ്പീച്ച് തെറപ്പിസ്റ്റിന് വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ഓഡിറ്ററി വെർബൽ തെറപ്പിസ്റ്റ് ഇതിനു വേണ്ടിയുണ്ട്. ഓപ്പറേഷൻ ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഓപ്പറേഷൻ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതുപോലെ തന്നെയാണെങ്കിൽ ഈ പഠിപ്പിച്ച് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ 2 വർഷത്തോളം മാതാപിതാക്കൾ എത്രത്തോളം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് ഓഡിറ്ററി വെർബൽ തെറപ്പി ഹോസ്പിറ്റലിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്ന, വീട്ടിൽ എന്തോരം ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, അതുമൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ അവരും ഇതിനു വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സാധാരണ എന്തൊക്കെ പരിശോധനകളാണ് ഈ ഒരു ഇംപ്ലാന്റ് സർജറിക്ക് വേണ്ടി വരാറ്? ഇംപ്ലാന്റ് സർജറിക്ക് ആദ്യം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ ഹോസ്പിറ്റലിലും OE എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്ക്രീനിങ് ടെസ്റ്റ്. ആ ജനിച്ച കുട്ടിക്ക് 3 ദിവസത്തിന് മുമ്പ് തന്നെ കേൾവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. OE ടെസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ അത് പാസ്സായില്ലെന്ന് പറയുകയാണെങ്കിൽ, അത് കറക്റ്റാണെങ്കിൽ നമ്മൾ പാസ് എന്ന് പറയും, പാസ്സായില്ലെന്നെങ്കിൽ ഫെയിൽ എന്ന് പറയാറില്ല, റീടെസ്റ്റ് എന്നാണ് പറയുന്നത്. പാസിന് മാത്രമേ സിഗ്നിഫിക്കൻസ് ഉള്ളൂ. അപ്പോൾ റീടെസ്റ്റ് ചെയ്ത് 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും കേൾവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ബേറ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്ത് കേൾവി കുറവുണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ട് പിന്നീടുള്ളൊരു ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ കോക്ലിയ എന്ന് പറഞ്ഞ ഒരു അവയവമാണ്, കേൾവിയുടെ ഉൾച്ചെവിയുടെ ഒരു ഭാഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ്. അപ്പോൾ അത് ഇംപ്ലാന്റ് ചെയ്യുകയാണ്, നമ്മൾ അവരിനകത്ത് ഇടുകയാണ്. ജന്മനാൽ കേൾവി കുറവുള്ള കുട്ടികൾക്ക് ചിലപ്പം കോക്ലിയ ഡെവലപ്പ് ചെയ്ത് കാണുകയില്ല. അപ്പോൾ അതറിയാനായിട്ട് CT സ്കാൻ ചെയ്യും. അതുപോലെ അതിൻ്റെ ഞരമ്പ്, ഈ നമ്മൾ കൊടുക്കുന്ന ഇമ്പൾസസ് തലച്ചോറിലോട്ട് പോകാനുള്ള ഞരമ്പുകൾ ഉണ്ടോയെന്ന് അറിയാനായിട്ട് MRI സ്കാനിങ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, OE എന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റ്. ബേറ എന്നുള്ളത് കേൾവിക്കുറവ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ടുള്ളത്. പിന്നെയുള്ള CT സ്കാൻ കോക്ലിയ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ സാധാരണഗതിയിൽ എത്ര സമയമെടുക്കും? അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്പറേഷൻ സാധാരണ ഒരു ചെവി ചെയ്യുന്ന പോലെ തന്നെയാണ്. ഒരു സൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ തുടക്കത്തിൽ വളരെ സമയം എടുത്താണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. 5-7 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഒരു സൈഡിലെ ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. തലേദിവസം വന്ന് അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്ത് 1.5 മണിക്കൂർ 2 മണിക്കൂർ ഓപ്പറേഷൻ. ആ ദിവസം തന്നെ തിരിച്ച് മുറിയിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യും. 7ാമത്തെ ദിവസം സ്റ്റിച്ച് എടുക്കും. 21ാമത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം ഈ കോക്ലിയർ ഇംപ്ലാന്റ് സ്വിച്ച് ഓൺ ചെയ്യും. അന്ന് തൊട്ടാണ് കുട്ടി കേൾക്കുന്നത്. പിന്നീടുള്ള പ്രയത്നം തുടങ്ങുന്നത്. ഒരു വശത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നതാണോ നല്ലത്? ഇപ്പം നമ്മൾ 2 ചെവി കൊണ്ടല്ലേ കേൾക്കുന്നത്. ഒരു വശത്ത് ചെയ്യുന്നതാണോ നല്ലത്, അതോ 2 എണ്ണം ഒരുമിച്ച് ചെയ്യുന്നതാണോ നല്ലത്? ഇത് ഒരുമിച്ച് 2 സൈഡും ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ ആണോ? ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. ബയലാറ്ററൽ ഇംപ്ലാന്റ് 2 സൈഡിലും ചെയ്യുന്നത്. ബയലാറ്ററൽ ഒരു സൈഡല്ല 2 സൈഡും ചെയ്യുന്ന ഇംപ്ലാന്റ് ചെയ്യാറുണ്ട്. നമുക്ക് ദൈവം 2 ചെവിയും തന്നിട്ടുണ്ട്. ദൈവം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒപ്പോസിഷൻ വരാറുണ്ട്. ഇത് നമ്മുടെ ക്രിയേറ്റർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ദൈവം തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഡോക്ടർ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിക്ക് മുമ്പ് ഒരു ചെറിയ പ്രാർത്ഥന നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? തീർച്ചയായിട്ടും പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അത് ചെയ്യുന്നത്. ചെറിയ കുട്ടികളായതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് കൊടുത്തിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ദൈവം ഉണ്ടെന്നും ഇല്ലാന്നും പറഞ്ഞ് കേരളത്തിൽ ഡിസ്കഷൻസ് ഉണ്ടാകാറുണ്ട്. എനിവേ ദി ക്രിയേറ്റർ ഹസ് ഗിവൺ us 2 years. നമുക്ക് 2 ചെവി തന്നിട്ടുണ്ട്.
ഇപ്പോൾ രണ്ട് ചെവിയും തീർച്ചയായിട്ടും ഒന്ന് കേൾക്കുന്നതിനേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട് രണ്ട് കേൾക്കുന്നത്. ഉദാഹരണത്തിന് ഡയറക്ഷൻ, ഒച്ച എവിടെ നിന്ന് വരുന്നത്. നമുക്ക് തലച്ചോറിന് നമ്മുടെ ഒരു സാധാരണ കേൾവിയുള്ള ഒരാൾക്ക് +or- 1 ഡിഗ്രി കറക്റ്റായിട്ട് തിരിഞ്ഞ് ശബ്ദം എവിടെ നിന്നാന്നുണ്ട് ലോക്കലൈസേഷൻ പറയും. ആ ദിശ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് വളരെ ചെറിയൊരു കാര്യം മാത്രമേ രണ്ട് ചെവിയുണ്ട്. ഈ രണ്ട് ചെവിയുള്ളപ്പം ഒന്ന് രണ്ടല്ല, രണ്ട് ചെവിയുള്ള രണ്ട് ചെവി ഒരേ സമയത്ത് പ്രവർത്തിക്കും. ഈ രണ്ട് ചെവിയുടെ പ്രവർത്തിക്കും ഒരു ചെവിയേക്കാളും 2 ഇരട്ടി 3 ഇരട്ടി കൂടുതൽ വരും. അപ്പോൾ സെൻട്രൽ ഓട്ടറി പ്രോസസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. ഈ അടുത്ത് ഒരു 1.5 വയസ്സ് 2 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് 2 സൈഡും ഞാൻ ഇംപ്ലാന്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് പോസിബിളാണ്. വളരെ ചെറിയ കുട്ടി സമയം കുറച്ച് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. ഒരു സൈഡ് ചെയ്യുന്ന പോലെ തന്നെ മറ്റു സൈഡും ചെയ്യണം. അപ്പോൾ അത് സമയം കുറച്ച് കൂടുതലെടുക്കും. അപ്പോൾ അനസ്തീസിയ ഒക്കെ ഉണ്ട്. ചെറിയ കുട്ടിയാണ്, എന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് ഇത് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ലോസ് ഇതിനകത്ത് വളരെ കുറവാണ്. നമുക്ക് ഒരിക്കലും ഒരു കുട്ടിക്ക് ഒരു ബ്ലഡ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഒരു സൈഡ് ചെയ്തും മറ്റേ സൈഡ് ചെയ്യുമ്പോഴും ബ്ലഡ് ലോസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. രണ്ടും സൈഡും ചെയ്യാവുന്നതാണ്. ഇത് ഉള്ളി കൺസേൺ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റാണ്. ഒരു സൈഡ് തന്നെ ചെയ്യാൻ ആളുകൾ ബുദ്ധിമുട്ടു. അതുകൊണ്ടാണ് ഒരു 2 സൈഡും ചെയ്യാത്തത്. കേരള ഗവൺമെൻറ് ഒരു സമയത്ത് 2 ഇംപ്ലാന്റ് കൊടുക്കുമായിരുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 2 ഇംപ്ലാന്റും കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഒരു സൈഡിലേ കൊടുക്കുന്നുള്ളൂ. ഈ മുതിർന്ന ആൾക്കാർക്ക്, അതായത് പ്രായമായി കഴിഞ്ഞ് കേൾവിക്കുറവ് വന്നു കഴിഞ്ഞാൽ ഈ കോക്ലിയർ ഇംപ്ലാന്റ് കുട്ടികളിലല്ലാതെ ഈ മുതിർന്ന ആൾക്കാർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്യാമോ? എത്ര പ്രായം വരെ ഇത് ചെയ്യുകയും ചെയ്യാം? ഇപ്പം ലോകമെമ്പാടും നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയാണ് ഇത് തുടങ്ങിയത്, അമേരിക്കയിലുണ്ട്, UK-ലൊക്കെ ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിൽ 80% നമ്മൾ ജന്മനാ കേൾവിയാത്ത കുട്ടികൾക്കാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് ശതമാനമേ മുതിർന്നവർക്ക് ചെയ്യുന്നുള്ളൂ. പുറം രാജ്യങ്ങളിൽ നേരെ തിരിച്ചാണ്. എല്ലാ മുതിർന്നവർക്കും കേൾവിക്കുറവ് ഉണ്ടാവും. ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ടി വരും. ആ നല്ലൊരു ഹിയറിംഗ് എയ്ഡ് പെർഫോമൻസ് വരാത്തവർക്ക് ഇംപ്ലാന്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഹിയറിംഗ് എയ്ഡ് വെച്ച് കേൾവി കിട്ടുന്നില്ല എന്ന് തോന്നുന്ന മുതിർന്ന ആൾക്കാർക്കും അത് അല്ല, പുറം രാജ്യങ്ങൾ അങ്ങനെയല്ല. കിട്ടുന്നില്ല എന്നുള്ളതല്ല, ആ പെർഫോമൻസ് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡിൻ്റെ ഒരു പരിധിയുണ്ട്. ആ ഒരു ഇത് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് നല്ലതായിട്ട് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നവർക്ക്, നമ്മളിവിടെ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവിടെ കോക്ലിയർ ഇംപ്ലാന്റ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നോ, മെനിഞ്ചൈറ്റിസോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്ന് കേൾവി പോയി പെട്ടെന്ന് നഷ്ടപ്പെട്ടാൽ ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യാമോ? തീർച്ചയായിട്ടും. അപ്പം മെനിഞ്ചൈറ്റിസ് ഒക്കെ വരെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ 2 സൈഡിലും കേൾവി ഒരുമിച്ച് പോകും. അതൊരു എമർജൻസി ആണോ? പെട്ടെന്ന് ചെയ്യേണ്ടതാണോ? അപ്പോൾ ഉണ്ടാകുന്ന വെച്ചാൽ മാനസികമായിട്ട് ഒരവസ്ഥ നോക്കി, ഒരു കാഴ്ച പോകുന്ന ഒരു അവസ്ഥ നോക്കി, അതുപോലെ തന്നെയാണല്ലോ കേൾവി വളരെ പെട്ടെന്ന് സംഭവിക്കുന്നു. അപ്പൊ കാഴ്ച പോവുകയാണെങ്കിൽ നമുക്ക് മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. കേൾവി പോയാൽ അതല്ല. കേൾവി പോയാലും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അടുത്തവരോട് പറയുന്ന ഇങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല, പറയുന്നവർ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. മെനിഞ്ചൈറ്റിസിന്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ കോക്ലിയ എന്ന് പറഞ്ഞ ഒരു ട്യൂബാണ്, അതിനാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. മെനിഞ്ചൈറ്റിസ് വരുമ്പോൾ ആ ട്യൂബ് ഉറച്ചു പോകും. ആ ട്യൂബിനകത്ത് അസുഖത്തിൻ്റെ ഭാഗങ്ങൾ വന്ന് അത് മൂടിപ്പോകും. ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കോക്ലിയർ ഇംപ്ലാന്റ് പ്രത്യേകിച്ച് മെനിഞ്ചൈറ്റിസിന് നമ്മളൊരു എമർജൻസി ആയിട്ടാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇത് ഉറച്ചു പോയി കഴിഞ്ഞാൽ, അത് ആ ട്യൂബ് മൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇംപ്ലാന്റ് അതിൻ്റെ അത് കയറ്റാൻ പറ്റിയാൽ ചെയ്യാതെ പറ്റില്ല. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നമുക്ക് കേൾവി ശക്തി മാത്രമാണ് ഇപ്പോൾ ശാസ്ത്രത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഡോക്ടർ പറഞ്ഞ പോലെ അത് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളൊരു സർജറിയാണ്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറഞ്ഞാൽ യു ഗിവ് ലൈഫ് ടു എ ചൈൽഡ്, എ ഹോപ്പ് ടു എ ഫാമിലി ആൻഡ് എ പ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ ടു ദ സൊസൈറ്റി. അപ്പോൾ ഈ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ മാത്യു ഡൊമിനിക്, നന്ദി. താങ്ക് യു വെരി മച്ച്.